എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ അതിഥിയായിട്ട് സാബു മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാബു നമ്മുടെ നോറയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അപ്സര, നന്ദന, ശരണ്യ ആ ടീമിന് ഓട് സാബു മോൻ വിളിച്ച് പറയുന്നുണ്ട് നോറേനെ പ്രൊവോക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നോറെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വെറുതെ നിന്നിട്ട് ഓരോ പാട്ടുകളും ഇതൊക്കെ പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാധാരണ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഇവർ നോറയെ പ്രകോപിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പകരം പ്രൊവോക്കായത് ഋഷിയും അഭിഷേകുമാണ്. അതായത് ഈ ഒരു ഫണ്ണി ആവേണ്ട ഈ പ്രാങ്കിനെ കൊളമാക്കിയത് ഋഷിയും അഭിഷേകുമാണ്. അനാവശ്യമായിട്ട് ഇടപെട്ട് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. നോറ എന്തോ മിണ്ടാ നിന്നു. നോറ കാര്യമായിട്ട് നോറയെ ഇവർക്ക് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് വലിയൊരു കോമഡി ആയിപ്പോയി. എന്തായാലും ഭയങ്കര വഴക്കായിപ്പോയി. അപ്പോൾ അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ നോക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് ഇവരെ നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്ത് പുറത്താക്കണം, അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ ചെയ്യണമെന്നിട്ട് നമ്മളെ മേലെ കുറ്റമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇത് അപ്സരയും ഋഷിയും തമ്മിലുള്ള പ്രശ്നമായി. ഇത് കഴിഞ്ഞ് ഋഷി കരച്ചിലായി. അപ്പോൾ ലാസ്റ്റ് ഇത് പ്രാങ്കാണെന്ന് പറഞ്ഞിട്ട് പോലും നിർത്താൻ ഋഷിക്ക് പറ്റുന്നില്ല. അത്രയ്ക്കും ഋഷി പ്രൊവോക്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ടായിരുന്നു. ഋഷിയുടെ കരിയറിനെ തൊട്ട് സംസാരിച്ചു എന്നുള്ളതൊക്കെയായിരുന്നു ഋഷിയുടെ പരാതികൾ. അപ്പോൾ നോറ സാധാരണ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ നോറ പ്രൊവോക്ക് ആവുമല്ലോ. അപ്പോൾ നോറ പ്രൊവോക്ക് ആകുമ്പോൾ അതൊരു ഫണ്ണി എലമെൻ്റ് ആകും എന്ന് വിചാരിച്ചിട്ട് സാബുവിന് തന്നെ ബോറടിക്കുന്നുണ്ട് ഇവിടെ, കാര്യമായിട്ടൊന്നും ഇല്ലാഞ്ഞിട്ട്. അപ്പോൾ സാബു അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ അത് ബിഗ് ബോസ് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു പ്രൊവോക്ക് പകരം ഋഷിയും അഭിഷേകും കൂടെ പ്രൊവോക്കാക്കി അത് കുളമാക്കി. ഞാനും ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് കാത്തിരുന്നത് നോറ പ്രൊവോക്കാവുന്നത്. നോറ പ്രൊവോക്കായി കഴിയുമ്പോഴത്തേക്കും അതൊരു രസമാകും, ഫണ്ണി എലമെൻ്റ് ആവും, നല്ലൊരു പ്രാങ്കാവും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. ലാസ്റ്റ് ഋഷി കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഋഷിക്ക് അത് ഭയങ്കര ഹേർട്ട് ചെയ്തു. ഋഷിയെ കരിയറെ തൊട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ട്. അതെന്തായാലും